ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു അടിപൊളി നാടൻ മീൻകറി വയ്ക്കാം. ചൂടായ ചട്ടിയിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചെറിയുള്ളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിച്ച് കുറച്ച് ഉപ്പും ചേർത്തതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി ചില്ലിയും കൂടി ചെറു ചൂടുവെള്ളത്തിൽ പേസ്റ്റ് രൂപത്തിലാക്കി വെച്ചത് ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം. പിന്നെ നമ്മൾ കുടംപുളി കഴുകി വെള്ളത്തിലിട്ട് വെച്ചത് കുടംപുളി അതിൻ്റെ വെള്ളത്തോടു കൂടി തന്നെ ചേർക്കാം. ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. വെള്ളം ചേർത്ത് അതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കണം. മീനിൻ്റെ കഷ്ണങ്ങൾ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, കഴുകി വൃത്തിയാക്കിയ മീൻ ഒരു 20 മിനിറ്റ് മുൻപെങ്കിലും ചെറുനാരങ്ങ നീര്, ഉപ്പും മഞ്ഞൾപ്പൊടിയും തിരുമ്മി വെച്ചിട്ടുണ്ടാവണം, അല്ലെങ്കിൽ മീൻ കഷ്ണങ്ങൾ ഉടഞ്ഞു പോകും. ഇനി ഇത് നന്നായി മൂടി വെച്ച് വേവിച്ചെടുത്ത് വറ്റിച്ച് കഴിയുമ്പോൾ നമ്മൾ നല്ല അടിപൊളി നാടൻ മീൻകറി റെഡിയാകും കേട്ടോ. ഈ മീൻകറി 4-5 ദിവസം വരെ കേടുകൂടാതെ ഇരിക്കും. പിന്നെ നമ്മൾ മീൻകറി വെക്കുകയാണെങ്കിൽ നമ്മൾ കഴിക്കുന്നതിൻ്റെ തലേ ദിവസം ഉണ്ടാക്കി വെച്ചാൽ സൂപ്പറായിരിക്കും. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു അടിപൊളി നാടൻ മീൻകറി വയ്ക്കാം. ചൂടായ ചട്ടിയിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചെറിയുള്ളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിച്ച് കുറച്ച് ഉപ്പും ചേർത്തതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി ചില്ലിയും കൂടി ചെറു ചൂടുവെള്ളത്തിൽ പേസ്റ്റ് രൂപത്തിലാക്കി വെച്ചത് ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം. പിന്നെ നമ്മൾ കുടംപുളി കഴുകി വെള്ളത്തിലിട്ട് വെച്ചത് കുടംപുളി അതിൻ്റെ വെള്ളത്തോടു കൂടി തന്നെ ചേർക്കാം. ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. വെള്ളം ചേർത്ത് അതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കണം. മീനിൻ്റെ കഷ്ണങ്ങൾ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, കഴുകി വൃത്തിയാക്കിയ മീൻ ഒരു 20 മിനിറ്റ് മുൻപെങ്കിലും ചെറുനാരങ്ങ നീര്, ഉപ്പും മഞ്ഞൾപ്പൊടിയും തിരുമ്മി വെച്ചിട്ടുണ്ടാവണം, അല്ലെങ്കിൽ മീൻ കഷ്ണങ്ങൾ ഉടഞ്ഞു പോകും. ഇനി ഇത് നന്നായി മൂടി വെച്ച് വേവിച്ചെടുത്ത് വറ്റിച്ച് കഴിയുമ്പോൾ നമ്മൾ നല്ല അടിപൊളി നാടൻ മീൻകറി റെഡിയാകും കേട്ടോ. ഈ മീൻകറി 4-5 ദിവസം വരെ കേടുകൂടാതെ ഇരിക്കും. പിന്നെ നമ്മൾ മീൻകറി വെക്കുകയാണെങ്കിൽ നമ്മൾ കഴിക്കുന്നതിൻ്റെ തലേ ദിവസം ഉണ്ടാക്കി വെച്ചാൽ സൂപ്പറായിരിക്കും.